CPM പ്രവർത്തകർ അടക്കിപ്പിടിച്ച് പറയുന്ന ഒരു കാര്യമാണ്, രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്. അപ്പോൾ മുറിവേറ്റ ഒരു സിംഹത്തെ പോലെ കഴിഞ്ഞ കുറേ കാലമായി പാർട്ടി കമ്മിറ്റികളിലും പാർട്ടിയുടെ പുറത്തും പറയുന്ന കാര്യങ്ങളാണ്. ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത് സരിൻ പാലക്കാട്ട്. ശരിയോ തെറ്റോ എന്ന് അതിൻ്റെ തലക്കെട്ടാണ് കട്ടൻ ചായയും പരിപ്പൂടെ. പലപ്പോഴും EP ജയരാജൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആര് നിഷേധിച്ചാലും ഇല്ലെങ്കിലും ആ ആത്മകഥയിൽ അദ്ദേഹം ഈ സർക്കാരിനെ കുറിച്ച് നടത്തിയ പരാമർശവും സരിനെയും അൻവറിനെയും കുറിച്ച് നടത്തിയ പരാമർശവും CPMൻ്റെ സമുന്നതനായ നേതാവ് EP ജയരാജൻ്റെ ആത്മനൊമ്പരങ്ങളുടെ കഥയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായി പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തി. CPM പ്രവർത്തകർ അടക്കിപ്പിടിച്ച് പറയുന്ന ഒരു കാര്യമാണ്, രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്. രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ ദുർബലമാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത ആ ഭരണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ നിരന്തരം ഈ ഗവൺമെൻറ്റിനെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടികളിൽ തന്നെ ശക്തമായിട്ടുള്ള അഭിപ്രായം അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അതുമാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത് സരിൻ പാലക്കാട്ട്. ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. PV അൻവറിനെ പോലെ പല ആളുകളെയും സ്വതന്ത്രന്മാരെ നിർത്തി അവരെ തോളിലേറ്റ് നടന്നതിൻ്റെ ദുരിത ഫലം അനുഭവിക്കുന്ന ഒരു പാർട്ടി ഇപ്പോൾ ഇങ്ങനെ സരിനെ ഈ ഒറ്റ രാത്രി ഓവർനൈറ്റാണല്ലോ അദ്ദേഹത്തിൻ്റെ മാറ്റം. അതാണല്ലോ ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അദ്ദേഹം സ്ഥാനാർത്ഥിയായതിനെക്കുറിച്ച് കാലം തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു. ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. EP ജയരാജൻ പാർട്ടി കമ്മിറ്റികളിൽ പല കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായി മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളാണ് ഈ ആത്മകഥയിലുള്ള പലതും. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോട് മൊത്തത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഈ ആത്മകഥയിലുണ്ട്. അതേ യഥാർത്ഥത്തിൽ EP ജയരാജൻ കുറേ കാലമായി ഒരു മുറിവേറ്റ സിംഹത്തെ പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആ പോളിംഗ് സ്റ്റേഷൻ്റെ മുമ്പിൽ വന്ന് അദ്ദേഹം ജാവേദ്കറെ കണ്ടതിനെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തൽ, അതിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത ടൈമിങ്ങൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അതിന് അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അദ്ദേഹത്തോട് പാർട്ടി കാണിച്ചത് അനീതിയാണ് എന്ന് പാർട്ടിക്കാരല്ലാത്തവരും അഭിപ്രായപ്പെടുന്ന ഒരു ഘട്ടമാണ്. അദ്ദേഹത്തിന് അർഹതപ്പെട്ട പാർട്ടി സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് നിഷേധിച്ചു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് വളരെ അൺസെറിമോണിയസ് ആയിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ മുറിവേറ്റ ഒരു സിംഹത്തെ പോലെ കഴിഞ്ഞ കുറേ കാലമായി പാർട്ടി കമ്മിറ്റികളിലും പാർട്ടിയുടെ പുറത്തും പറയുന്ന കാര്യങ്ങളാണ് ഈ ആത്മകഥയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. പിന്നെ ആത്മകഥ അത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്ത DC ബുക്സിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് പാത്രത്തിൽ വന്നു. ആത്മകഥ ഒരിക്കലും അദ്ദേഹത്തിൻ്റേതല്ല എന്ന് എന്തു പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കുകയില്ല. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ആത്മകഥ പറഞ്ഞു കൊടുത്ത ഒരു പത്രപ്രവർത്തകനായ സഖാവ് എനിക്ക് വളരെ വിശ്വസ്തനാണ്, അദ്ദേഹത്തിൽ നിന്ന് ഇത് ചോർന്നു പോവില്ല എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്നേ പറയാൻ പറ്റൂ. ഇതൊരു വിപണന തന്ത്രമാണ്. എല്ലാ പബ്ലിഷിംഗ് ഹൗസുകളും ദേശീയ തലത്തിലും കേരളത്തിലും ഇതുപോലുള്ള വിപണന തന്ത്രങ്ങൾ പലപ്പോഴും ഈ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തോടനുബന്ധിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. ആ വിപണന തന്ത്രം വിജയിച്ചിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ DC ബുക്സിന് അദ്ദേഹത്തിൻ്റേതായി കൊടുത്ത ആത്മകഥ പുറത്തു വരുമ്പോൾ ചിലപ്പോൾ ഇതിലെ പ്രധാന ഭാഗങ്ങൾ വിട്ടുപോയി എന്ന് വരാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഇത് എഴുതാൻ ഏൽപ്പിച്ച വിശ്വസ്തനായ പത്രപ്രവർത്തകനായ സഖാവ് അദ്ദേഹം ഈ ആത്മകഥയോടൊപ്പം തന്നെ ഒരു ജീവചരിത്രവും എഴുതിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തലക്കെട്ടാണ് കട്ടൻ ചായയും പരിപ്പൂടെയും. പലപ്പോഴും EP ജയരാജൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്താണ് ഇപ്പോൾ പത്രത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ടൈമിങ്ങും അതും ഒരു വിപണന തന്ത്രമാണ്. ചേലക്കരയിലും വയനാടിലും ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ് ഇത് പുറത്തു വരുന്നത്. DC ബുക്സിനെ പോലെ വളരെ വളരെ ക്രെഡിബിലിറ്റിയുള്ള ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം
അതും ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ളൊരു പത്രത്തിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വിശ്വസനീയമല്ലാത്ത വാർത്തകൾ വരില്ല. പിന്നെ ഇന്ന് പാലക്കാട് പോകുന്നതൊക്കെ സ്വാഭാവികമാണ്, അദ്ദേഹം നിഷേധിക്കേണ്ടതും ആവശ്യമാണ്. പാലക്കാട് ഇന്ന് അദ്ദേഹം ചെന്ന് പറയാൻ പോകുന്നതെല്ലാം ഈ പറഞ്ഞ ഇന്നലെയും മിനിഞ്ഞാന്നുമായി പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ അതിൽ കൂട്ടിച്ചേർക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ അതിൻ്റെ പ്രചരണം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഒരിടത്തും ഇ.പി. ജയരാജൻ പ്രസംഗിക്കാൻ കണ്ടില്ല. അദ്ദേഹത്തെ ക്ഷണിക്കാത്തത് കൊണ്ടാണോ അദ്ദേഹത്തെ പോകാത്തത് കൊണ്ടാണോ എന്ന് പറയുന്നത്. പക്ഷെ പാലക്കാട് അദ്ദേഹത്തെ എഴുന്നള്ളിച്ച് കൊണ്ടുപോവുകയാണ്. ഇപ്പം അതാവശ്യമാണ്. അദ്ദേഹം അതും ആ പാലക്കാട് അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. എന്തായാലും ഈ ഇ.പി. ജയരാജൻ്റെ ആത്മകഥ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മനൊമ്പരങ്ങളുടെ കഥ, അത് വലിയൊരു ആത്മവിമർശനത്തോടു കൂടി ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആര് നിഷേധിച്ചാലും ഇല്ലെങ്കിലും ആ ആത്മകഥയിൽ അദ്ദേഹം ഈ സർക്കാരിനെ കുറിച്ച് നടത്തിയ പരാമർശവും സരിനെയും അൻവറിനെയും കുറിച്ച് നടത്തിയ പരാമർശവും മാർക്സിസ്റ്റ് പ്രവർത്തകർ പോലും അടക്കിപ്പിടിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അത് കേരളത്തിലെ ജനങ്ങൾ കാണും, കേൾക്കും. അതിന് അദ്ദേഹമല്ലേ ആദ്യം പറയേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമം, അഴിമതി, അതുപോലെ തന്നെ ദുർഭരണം, ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് പാർട്ടിയിലെ ഏകാധിപത്യത്തിനെതിരായി ഇ.പി.യെ പോലെ ഉന്നതനായൊരു നേതാവ് അദ്ദേഹം പാർട്ടി വിടാൻ തീരുമാനിക്കുകയും അദ്ദേഹം UDF പോലുള്ള മതേതര ജനാധിപത്യ സംവിധാനവുമായി സഹകരിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ ഞങ്ങൾ ആലോചിക്കും അതിലെന്താ സംശയം.